ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു രസം തയ്യാറാക്കിയാൽ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, കുരുമുളക്, ഇഞ്ചി ഇവ നമുക്കൊരു കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു പഴുത്ത ഒരു തക്കാളി ഒന്നുകിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ശകലം മുളക് പൊടിയും ശകലം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ശകല ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.